കഞ്ചിക്കോട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ ഒടുവിൽ കാട് കയറ്റി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ദൗത്യം ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് RRT സംഘം വിജയകരമായി പൂർത്തിയാക്കിയത്. പ്രദേശത്ത് കുറച്ച് ദിവസങ്ങൾ കൂടി നിരീക്ഷണം തുടരും. അതേസമയം അട്ടപ്പാടി ചീരക്കടവിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വയോധികൻ മല്ലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. രാവിലെ 7 മണിക്ക് തന്നെ ദൗത്യത്തിനായി ധോണിയിൽ നിന്നുള്ള കുംകിയാന അഗസ്റ്റിനെ എത്തിച്ചു. എന്നാൽ കുങ്കിയെ ഇറക്കാതെ തന്നെ RRT സംഘം പടക്കം പൊട്ടിച്ച ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൊമ്പനെ കാടുകയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രദേശത്തെ റെയിൽപാളങ്ങളിൽ ഒന്ന് കടത്തിവിട്ടെങ്കിലും പിന്നെയും ആന പഴയ ഭാഗത്തേക്ക് തിരിച്ചു വന്നു. 12 മണിയോടെ തുടങ്ങിയ രണ്ടാം ദൗത്യം 2:30 മണി വരെ നീണ്ടു. ഇതിനിടയിൽ ആദ്യ റെയിൽവേ ട്രാക്ക് ആന മറികടന്നു. 10 മിനിറ്റ് വ്യത്യാസത്തിൽ 2.25 കിലോമീറ്റർ ദൂരത്തിലുള്ള രണ്ടാം ട്രാക്കിലേക്ക് കാട്ടാന എത്തിയ ദൃശ്യങ്ങളും 24ന്റെ ക്യാമറയിൽ പതിഞ്ഞു. വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരികെ കയറാനെത്തിയ കൊമ്പൻ പക്ഷേ കാട്ടിലേക്ക് തന്നെ കയറിപ്പോയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കുറച്ച് ദിവസങ്ങൾ കൂടി നിരീക്ഷണം തുടരാനാണ് തീരുമാനം. അതിനിടെ ഇന്നലെ കാട്ടാന ആക്രമിച്ച നെഞ്ചിലും വാരിയലിലും ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അട്ടപ്പാടി ചീരക്കടവ് ഉന്നതിയിലെ മല്ലൻ എന്ന 75 വയസ്സുകാരൻ ഇന്ന് മരിച്ചു. പശുവിനെ മേയ്ക്കാൻ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തേക്ക് എത്തിയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മല്ലൻ വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് മരണം സംഭവിച്ചത്. രാജീവ് സുദേവിനൊപ്പം ശ്രീജു ശ്രീകുമാരൻ, 24 പാലക്കാട്. എന്തായാലും കഞ്ചിക്കോട്ടുകാരുടെ ആശങ്ക തൽക്കാലത്തേക്ക് ഒഴിയുകയാണ്. കാട് കയറ്റിയ കൊമ്പൻ ഇനി തിരികെ വരാതിരിക്കട്ടെ. ഏതായാലും ജാഗ്രത തുടരും. വനം വകുപ്പ് RRT സംഘവും അടുത്ത കുറച്ച് ദിവസം കൂടി ആ പ്രദേശത്ത് നിന്നാണ് അറിയിച്ചിരിക്കുന്നത്.